അഡ്വാൻസ്ഡ് ലെവൽ ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ഓർത്ത് നിൽക്കേണ്ട ഒരു കാര്യം, അവരുടെ സൗഹൃദങ്ങൾ എപ്പോഴും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും അവർക്കുണ്ടായിരിക്കണം. ഈ തയ്യൽ പഠിച്ചിട്ടുള്ള ആളുകൾ, ഞാൻ 2 തവണ തയ്യൽ പഠിച്ചതാണ്, പക്ഷെ തയ്യൽ മെഷീൻ വാങ്ങിച്ച് വെക്കാതാണ് തയ്യൽ പഠിച്ചത്. ഒരിക്കലും അത് ചെയ്യരുത്. വീട്ടിൽ ആദ്യം തയ്യൽ മെഷീൻ വാങ്ങിച്ചു വെക്കണം. കാരണം തയ്യൽ പഠിച്ചിട്ടുള്ള ഒരാൾ വീട്ടിൽ വന്ന് അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ തയ്യൽ പഠിക്കുകയുള്ളൂ. അല്ലാതെ പഠിച്ചിട്ട് 3-4 മാസം കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും ഈ അളവ് മുറിക്കുന്നതും വെട്ടി മുറിക്കുന്നതും എല്ലാം മറന്നുപോകും. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് നമ്മൾ ഒരിക്കൽ സംസാരിക്കാൻ തുടങ്ങിയാൽ, ഒരിക്കൽ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ, നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകൾ ആ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അങ്ങനെയുള്ള ആളുകളുമായിട്ടായിരിക്കണം നമ്മുടെ മിംഗ്ലിങ്. എപ്പോഴും നിങ്ങളെ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഫോഴ്സ് ചെയ്യണം. ഫോഴ്സ് യുവർ സെൽഫ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ആരെങ്കിലും നിങ്ങളോട് എന്ത് ചോദിച്ചാലും മലയാളത്തിൽ പറയാൻ ശ്രമിക്കാതെ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക. ഫോഴ്സ് ചെയ്യുക. കാരണം നമ്മുടെയാണ് ആവശ്യം. ഗിവ് അപ്പ് ചെയ്യാനാണെങ്കിൽ ഇവിടം കൊണ്ട് നിർത്താം ഈ പരിപാടി. പക്ഷേ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹമെങ്കിൽ വിജയിച്ച കഥകൾ മാത്രമേ ഉള്ളൂ എന്നോളാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഫോഴ്സ് യുവർ സെൽഫ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഇത്രയും നാൾ നിങ്ങൾ പഠിച്ച ഫാൻസി വൊക്കാബുലറിയും ഫ്രേസസും ഇഡിയംസും ആഡ്വർബൽ ഫ്രേസസും ഒന്നും കൂട്ടിക്കെട്ടി നിങ്ങളുടെ പെട്ടിക്കകത്ത് വെക്കരുത്. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് സന്ദർഭം കിട്ടിയാൽ ഒട്ടനെ അത് യൂസ് ചെയ്യുക. എങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറത്തുള്ളൂ. ഏതെങ്കിലും ഒരു സാധനം പെട്ടെന്ന് ആദ്യമായിട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം പലതവണയായിട്ട് ചെയ്ത് കഴിയുമ്പം നമ്മൾ പോലും ഇംഗ്ലീഷിനകത്ത് ആ സ്ഫുടത, ആ ഒരു യൂസായി വരുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. അതുപോലെ ലാംഗ്വേജിനെ എപ്പോഴും എൻഹാൻസ് ചെയ്യുക. നമ്മൾ കാണുന്ന ഓരോ വീഡിയോസും, നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ, നമ്മൾ യൂട്യൂബിൽ കാണുന്നതായിക്കോട്ടെ, നമ്മൾ സ്പോട്ടിഫൈയിൽ കേൾക്കുന്ന പോഡ്കാസ്റ്റുകളായിക്കോട്ടെ, നമ്മൾ കാണുന്ന എന്ത് TV സീരീസ് ആയിക്കോട്ടെ, ഇംഗ്ലീഷിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്തുനിന്ന് പെട്ടെന്നൊരു വേർഡ് നിങ്ങൾ കേട്ടാൽ അതെന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം. അത് ക്യൂരിയോസിറ്റി ഉണ്ടാവണമെന്ന് മാത്രമല്ല, ക്വിക്ക്ലി പോയി അതിൻ്റെ മീനിങ് കണ്ടുപിടിച്ചിട്ട് ഉടനെ തന്നെ അതിനെ ഒന്ന് സെൻറ്റൻസിലാക്കാൻ നിങ്ങളെ തന്നെ ചലഞ്ച് ചെയ്യണം. ഇതൊക്കെ ഒരു എഫേർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 40% മാത്രമേ ഒരു വീഡിയോയിൽ നിന്നോ ഒരു ട്രെയിനറിൽ നിന്നോ കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 30% എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി 70% ഒരു സ്റ്റുഡൻ്റ് എടുക്കുന്ന എഫേർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റ് ഞങ്ങൾക്കല്ല പോകുന്നത്, ട്രെയിനേഴ്സിനല്ല പോകുന്നത്. ഡെഫിനറ്റ്ലി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് തന്നെയാണ് ഫുൾ ക്രെഡിറ്റും പോകുന്നത്. അങ്ങനെ നിങ്ങളൊരു ഹാർഡ് വർക്ക് ഇൻഡസ്ട്രിയസ് ലെവലിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആണ്. നേരെ മറിച്ച് ഇത് കണ്ടിട്ട് അതേപോലെ പൂർത്തിക്കെട്ടി വെക്കാനാണെങ്കിൽ അത് അവിടെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിനെ കണ്ടാൽ മാത്രം പോരാ, ഡെഫിനറ്റ്ലി പ്രാക്ടീസ് ചെയ്യണം. അടുത്ത ലെവലിലേക്ക് നിങ്ങൾ കയറുകയും വേണം. സൂസമ്മയുടെ വക ഓൾ ദി ബെസ്റ്റ്.